കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് UDF-ലെ VK മിനിമോളാണ് മത്സരിക്കുന്നത്. മോഹ്സിന വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മോഹ്സിന, അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയോ? നേരത്തെ ദീപ്തി മേരി വർഗീസിന്റെയൊക്കെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ അതൃപ്തി അവിടെയും നിലനിന്നിരുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലേ? ദിവ്യ, എല്ലാം ശാന്തമാണ്. വലിയ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചത്. അതായത് പരാതി പരിഭവം വ്യാഖ്യാനിക്കരുത്, KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള കാര്യത്തിൽ പരാതി നിലനിൽക്കും, അത് ആവശ്യത്തിൽ പോകുന്നുണ്ട്. പക്ഷേ തന്റെ സഹപ്രവർത്തകരാണ്, അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരിട്ടുകൊണ്ട് ഇന്ന് ജനങ്ങൾ ലഭിച്ച വലിയ ഉത്തരവാദിത്വം അധികാരത്തിൽ ഏറിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിലേക്ക് കയറി വന്നത്. എന്താണെങ്കിലും ഇവിടെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഭരണാധികാരിയായ ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളാണ് ഉള്ളത്. ഇതിൽ UDF-ന് 46, LDF-ന് 22, UDP-ക്ക് 6, സ്വതന്ത്രം 1 എന്ന രീതിയിലാണ് സീറ്റ് നില. കേവലം ഭൂരിപക്ഷത്തിന് 39 സീറ്റാണ് വേണ്ടത്. എന്നാണെങ്കിലും നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി VK മിനിമോളാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ദീപക് ചോദിയാണ് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സ്ഥാനാർത്ഥി. LDF-ന്റെ അംബിക സുദർശനാണ് ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായിട്ട് യേശുദാസ്, TJ ദാസൻ എന്ന യേശുദാസനാണ് ഡെപ്യൂട്ടി മേയറായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. BJP-ക്ക് 6 സീറ്റുള്ള ഇടമാണ് കൊച്ചി കോർപ്പറേഷൻ. BJP-യുടെ ദീപ പ്രശാന്താണ് ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇതാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. മറ്റൊരു അട്ടിമറികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ VK മിനിമോൾ മേയർ ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതാണെങ്കിലും ഭരണാധികാരി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്.